നമശിവായ. മിത്ത് എന്നാൽ മിഥ്യ എന്നാണ്. രാമായണവും മഹാഭാരതവും ഒക്കെ മിത്തുകളാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പുരാണങ്ങൾ മിത്തുകളാണെന്ന് പറഞ്ഞാൽ പിന്നെയും സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ പൂർണ്ണമായുമല്ല, പുരാണങ്ങളിൽ ചരിത്രാംശങ്ങളുണ്ട്. പക്ഷേ ഇതിഹാസങ്ങൾ പൂർണ്ണമായും ചരിത്രങ്ങൾ തന്നെയാണ്. ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇപ്രകാരം സംഭവിച്ചത് എന്നാണ്. വേദത്തിന്റെ അർത്ഥത്തെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ആചാര്യന്മാർ ഉപദേശിച്ചിട്ടുള്ളത്. അത് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുരാണങ്ങൾ ഓരോരോ കഥകളായിട്ടാണ് വേദത്തിന്റെ അർത്ഥത്തെ വിശദീകരിക്കുന്നത്. ഇതിഹാസം ഓൺ ദ ഹോൾ ആണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു വംശത്തിനെ എടുത്ത് വേദത്തിന്റെ അർത്ഥത്തെ വിശദീകരിക്കുകയാണ് ഇതിഹാസങ്ങൾ. രാമായണം സൂര്യവംശത്തിന്റെ കഥയാണ്. മഹാഭാരതം ചന്ദ്രവംശത്തിന്റെ കഥയാണ്. പക്ഷെ പുരാണങ്ങളിൽ ഓരോരോ സന്ദർഭങ്ങൾ എടുത്ത് വേദാർത്ഥത്തെ വിശദീകരിക്കുകയാണ്. പിന്നെ ഇതിഹാസങ്ങളിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ എടുത്തു നോക്കുകയാണെന്ന് വെച്ചോളൂ. അതിൽ രാമായണത്തില് സുഗ്രീവൻ സീതാന്വേഷണത്തിന് വേണ്ടി വാനരന്മാരെ പറഞ്ഞയക്കുന്ന ഭാഗമുണ്ട്. അതൊക്കെ എക്സാക്ട് സെയിം ആണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ എക്സാക്ട് സെയിം ആണ് രാമായണത്തിൽ വരുന്നത്. പിന്നെ അതേപോലെ രാമൻ നടന്ന വഴി, അതും എക്സാക്ട് സെയിം ആണെന്നാണ് ആ പ്രത്യേകതകളൊക്കെ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്. മഹാഭാരതത്തിൽ നമുക്ക് കാണാം ഹസ്തിനപുരം, കുരുക്ഷേത്രം, അങ്ങനെ എത്ര സ്ഥലങ്ങളുണ്ട്. അത് വിരാടം, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ഇന്നും കാണുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഒന്ന് ജോഗ്രഫിക്കൽ പൊസിഷൻസ് പ്രകാരം മഹാഭാരതം രാമായണം മിത്തല്ല എന്നുള്ളത് തെളിഞ്ഞു. ഇനിയുള്ളത് പ്ലാനറ്ററി പൊസിഷൻസ് ആണ്. അത് അക്കാലത്തുണ്ടായിട്ടുള്ള ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള പല സന്ദർഭങ്ങളും മഹാഭാരതത്തിലും രാമായണത്തിലും പറയുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കൃഷ്ണന്റെ ജനനം, രാമന്റെ ജനനം, ഇതിനൊക്കെ കൃത്യമായിട്ട് ജ്യോതിശാസ്ത്രപരമായിട്ട് ഇന്ന സമയത്താണ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഒരു കാലം നമ്മൾ ഇന്നത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട് സെയിം ആണ് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ഗ്രഹണങ്ങൾ ഉണ്ടായ സമയം, ഇതും സെയിം ആണ്. പിന്നെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന തെളിവുകൾ തന്നെ, ദ്വാരക, രാമസേതു, ഇതൊക്കെ രാമായണവും മഹാഭാരതവും ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകളല്ലേ. പിന്നെ അത് നടന്നിട്ടില്ല, മിത്തുകളാണ് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാജുറേഷൻസ് ആണ്. പക്ഷേ എക്സാജുറേഷൻസ് ഒരിക്കലും എക്സിസ്റ്റൻസിനെ ഇല്ലാണ്ടാക്കുന്നില്ല. ഒന്ന് ഓർത്തു നോക്കണം, ഇത് ആയിരക്കണക്കിന്, ഒരുപക്ഷെ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള ഇതാണ്, പുസ്തകങ്ങളാണ്. അപ്പോ അത്രയും കാലം ഇത് പണ്ടൊന്നും ഇത് എഴുതി വെച്ചിരുന്നതല്ല. അത്രയും കാലം വാമൊഴിയായിട്ട് പ്രചരിച്ചു വരുമ്പോൾ ഓരോ ആചാര്യന്മാരും സ്വാഭാവികമായിട്ടും അതിൽ എക്സാജറേഷൻസ് വരും. അപ്പൊ അതുകൊണ്ട് എക്സിസ്റ്റൻസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്നത് തെറ്റാണ്. ഇതിഹാസത്തിന്റെ ഡെഫിനിഷൻ ധർമാർത്ഥ കാമമോക്ഷാനാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസ ചക്ഷ്മതേ എന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇവയെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ ഉപദേശ മാർഗത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പൂർവവൃത്തങ്ങൾ, അതായത് പൂർവികരുടെ ചരിത്രങ്ങളാണ് ഇതിഹാസങ്ങൾ എന്നാണ്. നമ്മളെ ഭാരതത്തിനെ പറ്റി പറയുമ്പോൾ സമയത്ത് പൊതുവെ പറയുന്നത് ഇന്ത്യക്ക് ഒരു ചരിത്രമില്ല എന്നാണ്. അത് തെറ്റാണ്. ഇന്ത്യയുടെ ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറഞ്ഞത് വളരെ യുണീക്കായിരുന്നു. 2 കാര്യങ്ങളാണ് നടക്കുക. ഒന്ന്, പൂർവികരുടെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് മനസ്സിലാക്കും. 2, വേദത്തിന്റെ അർത്ഥവും കൂടി ഗ്രഹിക്കാൻ പറ്റും. ഇന്നിപ്പം നമുക്ക് ആ ഒരു യുണീക്ക് വേ ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ് നമുക്ക് ഇല്ല, കൈമോശം വന്നുപോയി. ഇന്നിപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മളെ കുട്ടികളൊക്കെ ഹിസ്റ്ററി ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോകുന്നത്. വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ഹിസ്റ്ററി റൈറ്റിംഗ് ഇസ് സോ ഡ്രൈ. നമശിവായ.